എന്നോട് ഒരാളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കാൻ എന്തൊക്കെ സ്കിൽസ് മാൻഡേറ്ററി ആണെന്നുള്ളത്. ഇപ്പോഴും ഇനിഷ്യൽ സ്റ്റേജസ് ആണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പല ഇൻഡസ്ട്രീസിലും വെയിറ്റുറപ്പിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, ഡേറ്റ അനാലിറ്റിക്സും, കോഡ് ഡെവലപ്മെൻറ്റ് വരെ, കോഡ് ഡെവലപ്പ് ചെയ്ത് ആപ്പ് ബിൽഡ് ചെയ്യുന്ന വരെ ഉള്ള റിപ്പീറ്റീവ് ടാസ്ക് ഇന്ന് ടൂൾസിനും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും 2020 അതിന് മുമ്പുള്ള സ്കിൽസൊക്കെയാണ് വെച്ച് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആവുമെന്നുള്ളൊരു സംശയം വേണ്ട. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് വർക്ക് ടെക് ജോബ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എയിലെ ബേസിക് ഫൗണ്ടേഷൻ, ടൂൾസിനെ കുറിച്ചും ടൂൾസ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കേണ്ടത് വളരെ മാൻഡേറ്ററി ആണ്. രണ്ടാമതായിട്ട് ടൂൾസ് റിപ്പീറ്റീവ് ടാസ്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ക്യാപ്പബിലിറ്റീസ്, അതായത് ഇപ്പോൾ ഇമോഷണൽ കോഷ്യൻ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ തിങ്കിങ് തുടങ്ങിയ സ്കിൽസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് വന്നിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. എയുടെ ബേസിക്സ് പഠിക്കുന്ന നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇല്ലാതെ ഇനിയൊരു കാലഘട്ടത്തിൽ ഒരാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് കമ്പ്യൂട്ടർ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ പ്രോംപ്റ്റിന് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ദിവസേന പുതിയ ടൂൾസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ദിവസേന 1 മണിക്കൂറെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 ബ്ലോഗോ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ചാനൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ പിടിച്ചിരിക്കാൻ പറ്റുമെന്നൊരു തർക്കവും വേണ്ട. നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാം എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. താങ്ക് യു.